ഇതാണ് നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 2ന്റെ സിലബസ് വരുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി. അതിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം സൈക്കോളജി പാർട്ടിൽ നിന്ന് ചോദ്യം വരാം. 15 ക്വസ്റ്റ്യൻ പെഡഗോഗി പാർട്ടിൽ നിന്നാണ് ചോദ്യം വരാം. ഓക്കെ, എന്നാൽ അതിൻ്റെ ഒരു ബേസിക് രീതി എങ്ങനെയാണ്? ഇനി നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലേണിംഗ്, അതും പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, അതും ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നോട്ട്സ് ഓപ്പൺ അപ്പ് ചെയ്യാം. അപ്പോൾ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനാണ് നിങ്ങൾക്ക് ആ നോട്ട്സ് നേരത്തെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം വായിച്ചു പോകാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ലേണിംഗ്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീനിങ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്? നമ്മൾ സൈക്കോളജി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് BEdന് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അത് ഓർമ്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ആ ടെക്സ്റ്റ് പഠിക്കാൻ നമ്മൾ റെഫർ ചെയ്യാൻ നോർമലി യൂസ് ചെയ്തിരുന്ന ആ ഒരു ഗൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് ടോപ്പിക് ആയിരുന്നു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെ? ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന വളർച്ചയാണ്, സ്ട്രക്ചറലി ഉണ്ടാകുന്ന വളർച്ചയാണ്. അതോടൊപ്പം തന്നെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെയും കൂടി എന്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്? ഗ്രോത്ത് എന്നതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല ഓർഗൻസും അതിന്റെ നീളത്തിലും വലുപ്പത്തിലും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ജനനശേഷം ഒരു മെച്ചുറേഷൻ പീരീഡ് എത്തുന്നത് വരെയുള്ള ഈ ഒരു ചേഞ്ചസിനെയാണ് ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രോത്ത് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. അതേസമയം ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു ഗ്രോത്ത് ആസ് വെൽ ആസ് ദോസ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ വിച്ച് റിസൾട്ട്സ് ഫ്രം ദി എൻവയോൺമെന്റ് സ്റ്റിമുലേഷൻ. എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടീഷൻസ് അനുസരിച്ച് സ്വഭാവത്തിനും ഉണ്ടാകുന്ന പതിയെ പതിയെ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡെഫിനേഷൻ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും തന്നിരിക്കുന്നത് ക്രോ ആൻഡ് ക്രോ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചിരുന്ന ചില ഡെഫിനേഷൻസിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഡെഫിനേഷൻ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഗ്രോത്തും ഡെവലപ്മെന്റും സെപ്പറേറ്റ് ആയിട്ടാണോ നടക്കണേ? അല്ല, രണ്ടും ഒന്നിച്ചാണ് നടക്കുക. മാത്രമല്ല രണ്ടും കോംപ്ലിമെന്ററി ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗ്രോത്ത് നടക്കുന്നതിന്റെ കൂടെ തന്നെ ഡെവലപ്മെന്റും കണ്ടിന്യൂ ചെയ്ത് നടക്കുന്നു. ഇനി ഗ്രോത്ത് ഇറ്റ്സ് കോമൺലി റിഗാർഡഡ് ആസ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതിനെയാണ് ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ദി ഓർഗാനിസം ആസ് എ ഹോൾ. എൻറ്റയർ ഓർഗാനിസത്തിൽ ഉണ്ടാകുന്ന, അത് പല കാര്യങ്ങളിലാകാം, ഉണ്ടാകുന്ന ഒരു ആസ് എ ഹോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെയാണ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഗ്രോത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മൾ ഗ്രോത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ഒക്കെ പറഞ്ഞ് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുക. അപ്പൊ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സിമിലാരിറ്റി തോന്നും, പക്ഷെ രണ്ടും രണ്ട് ടോപ്പിക്കിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഗ്രോത്തിന്റെ പ്രത്യേകതകൾ. ഒന്നാമത്തെ, ഗ്രോത്ത് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഗ്രോത്ത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല. ഇറ്റ് സ്റ്റോപ്സ് വിത്ത് മെച്യൂരിറ്റി. ഒരു പെർട്ടിക്കുലർ ഏജിൽ മെച്യൂരിറ്റി റീച്ച് ചെയ്യും, അതോടുകൂടി ഗ്രോത്ത് എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എന്തല്ല, കണ്ടിന്യൂസ് പ്രോസസ് അല്ല. നമുക്കറിയാം, നമുക്ക് ഹൈറ്റ് വെക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഏജ് വരെയുള്ളൂ, അല്ലെ? അപ്പൊ ആ പെർട്ടിക്കുലർ ഏജ് വരെയാണ് ഗ്രോത്ത് ആസ് എ സെൻസ്, നമ്മുടെ ശരീരം വളരുന്നുള്ളൂ. അങ്ങനെയല്ല, ലൈഫ് ലോങ് വളരുകയാണെങ്കിൽ നമ്മുടെ ഹൈറ്റ് എവിടെ വരെ എത്തിയാലെന്ന് ആലോചിച്ച് നോക്കാം നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല, മറിച്ച് അതൊരു പെർട്ടിക്കുലർ പീരീഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിലാണ് ക്യുമുലേറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കൈകാലുകൾ വളരുന്നു.
അതോടൊപ്പം തന്നെയായിരിക്കും മറ്റു ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ചേഞ്ച് ഉണ്ടാകുക. അപ്പൊ ഇതിന്റെ എല്ലാം ആസ് എ ഹോൾ ഒരു സം എടുത്തു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെയാണ് ക്യുമുലേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമായിട്ടുള്ള ഗ്രോത്ത് അല്ല, മറിച്ച് എൻറ്റയർ ബോഡിയിൽ ആസ് എ ഹോൾ ചേഞ്ചസ് ഉണ്ടാകും. ഇനി ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് നോട്ട് യൂണിഫോം. ഗ്രോത്ത് നടക്കുന്നതിന്റെ സ്പീഡ് അത് എപ്പോഴും ഒരുപോലെയല്ല, യൂണിഫോം അല്ല. മറിച്ച് ഏർലി സ്റ്റേജസിൽ, ഇപ്പോൾ 1 വയസ്സ് ജനിച്ചതിന് ശേഷം ആദ്യത്തെ കുറച്ച് പ്രായം വരെ സഡൻ ആയിട്ട് ചേഞ്ച് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ അഡോളസൻസ് എത്തുമ്പോഴാണ് പിന്നെ ഒരു സഡൻ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമ്മുടെ ശരീര വളർച്ചയിൽ പൊതുവെ ഗ്രോത്തിൽ നമുക്ക് എന്ത് പറയാം, അതിന്റെ ഒരു സ്പീഡ് അത് യൂണിഫോം അല്ല, ലൈഫ് ലോങ് അങ്ങനെ ഒരുപോലെ ഇൻക്രീസ് ചെയ്ത് വരെയല്ല. ഇപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ പെട്ടെന്ന് വളരും, അഡോളസൻസ് എത്തുമ്പോൾ പെട്ടെന്ന് വളരും. അതിനിടയ്ക്കുള്ള പീരീഡ് എങ്ങനെയായിരിക്കും? ഭയങ്കര നോർമൽ ആയിരിക്കും. അഡോളസൻസ് കഴിഞ്ഞ് അഡൽട്ട്ഹുഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് ഉണ്ടാകുമോ? ഇല്ല. ഗ്രോത്ത് ഭയങ്കര സ്റ്റോപ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്. ഇനി എന്തെങ്കിലും മൈന്യൂട്ട് ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗ്രോത്ത് ടേക്സ് പ്ലേസ് അറ്റ് ഡിഫറെന്റ് റേറ്റ്സ് ഫോർ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ബോഡിയുടെ പല പാർട്സിലും പല റേറ്റിലാണ് ഗ്രോത്ത് നടക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഒരു വർഷത്തിൽ 12 സെന്റിമീറ്റർ ആണ് വളരുക. അതേസമയം നമ്മുടെ കൈകളും കാലുകളും വളരുന്നത് അത്രയും ഹൈറ്റ് വെച്ചോ അത്രയും നീളം വെച്ചോളന്നില്ല. അപ്പൊ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും വളർച്ചയുടെ നിരക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇനി there are marked individual differences in growth. ഓരോ വ്യക്തി മാറുന്നതനുസരിച്ച് ഗ്രോത്തിലും ചേഞ്ച് ഉണ്ടാകും. ചിലർക്ക് ഹൈറ്റ് കുറവായിരിക്കും, ചിലർക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും. നമ്മൾ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന പലരെയും അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ ഇൻഡിവിജ്വലിന്റെ ഉള്ളിലെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, അതുപോലെ അയാൾ ജീവിക്കുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അയാളുടെ ഗ്രോത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോത്തിൽ എപ്പോഴും നമുക്ക് എന്ത് കാണാം? ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണാൻ പറ്റും. ഓക്കെ, ഗ്രോത്ത് ഫോളോസ് എ ഡെഫിനിറ്റ് സീക്വൻസ് ആൻഡ് എ പ്രിഡിക്റ്റബിൾ പാറ്റേൺ. ഗ്രോത്തിന് എപ്പോഴും ഒരു ഡെഫിനിറ്റ് സീക്വൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ജനിച്ച ഉടനെ കുട്ടികൾ വളരും. ഒരു ഇൻഫൻസി പീരീഡിലേക്ക് കയറുമ്പോഴേക്കും ജനിച്ചതിന്റെ ഏകദേശം ഒരു 3 ഇരട്ടി വെയിറ്റ് ഒക്കെ കുട്ടികൾക്ക് വെക്കാറുണ്ട്. ജനിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കിലോ ഒക്കെ അടുത്തുണ്ടാവുന്ന കുട്ടി 1 വയസ്സാകുമ്പോഴേക്കും ഒരു 3, 4, 5 കിലോ, 6 കിലോ, 7 കിലോ ഒക്കെ വരെ വെയിറ്റ് വെക്കാറുണ്ട്. അത്രയും ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പീരീഡിൽ ഏകദേശം ഇത്ര ഗ്രോത്ത് ഉണ്ടാകും, അതിനുശേഷം ഏകദേശം ഇത്ര ഗ്രോത്ത് ഉണ്ടാകും എന്ന് നമുക്ക് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഒരു സീക്വൻഷ്യൽ പ്രെഡിക്റ്റബിൾ പാറ്റേൺ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇനി the rate and pattern of growth can be modified by conditions external and internal to the body. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറമേയുമുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗ്രോത്തിന്റെ റേറ്റിനെയും അതുപോലെ തന്നെ അതിന്റെ പാറ്റേണിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ആ ഫാക്ടേഴ്സ് നമ്മുടെ ഗ്രോത്ത് കണ്ടീഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ഫാക്ടറാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഈ അഡോളസന്റ് പീരീഡിലൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടിയില്ലെങ്കിൽ ശരീരത്തിന്റെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രോത്ത് ഈസ് ഈസിലി ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. ഗ്രോത്ത് നമുക്ക് വിഷ്വലി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. ഹൈറ്റ് ഇത്ര വെച്ചു, വെയിറ്റ് ഇത്ര വെച്ചു, കഴിഞ്ഞ ദിവസത്തെക്കാളും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്ര സെന്റിമീറ്റർ ചേഞ്ച് വന്നു, ഇത്ര കിലോ ചേഞ്ച് വന്നു, അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റും. ഗ്രോത്ത് ഇസ് എ കോംപ്ലക്സ് പ്രോസസ്. അത് അത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനമല്ല. ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടാണ് എന്ത് നടക്കുന്നത്? ഗ്രോത്ത് നടക്കുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഗ്രോത്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഗ്രോത്ത് 2 കാര്യങ്ങളാൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹെറിഡിറ്റിയും അതുപോലെ തന്നെ എൻവയോൺമെന്റും. നമ്മുടെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് എപ്പോഴും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഈസ് ഓൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ
ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഹെറിഡിറ്റി, എൻവയോൺമെന്റ്, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് ഗ്രോത്ത്, എന്താണ് ഗ്രോത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയാണ് ഞാൻ ഈ ഒരു സമയം കൊണ്ട് പറഞ്ഞത്. ഇതുവരെ പറഞ്ഞ പോർഷനിൽ ഏതെങ്കിലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയണം, ഏതെങ്കിലും പോയിന്റ്സ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ PDF ഒന്ന് ടേൺ ചെയ്ത് നോക്കിക്കോളൂ. പറഞ്ഞിരിക്കുന്ന പോർഷൻസിൽ ഏതെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏകദേശം 8 പേരാണ് നമ്മുടെ മീറ്റിങ്ങിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ മടിയൊന്നും തോന്നണ്ട. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകളും ഒരേ സ്ഥലത്തുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഈ ഒരു പോർഷൻ നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. കാരണം ഫസ്റ്റ് സെമ്മിൽ ആദ്യമായിട്ട് സൈക്കോളജി പഠിക്കുമ്പോൾ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് അധികം ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ടിങ് ഈ ടോപ്പിക് തന്നെ എടുത്തത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? ചാറ്റ് ബോക്സിൽ നിങ്ങൾ റിപ്ലൈ തരൂ, അല്ലെങ്കിൽ മൈക്ക് ടേൺ ഓൺ ചെയ്ത് സംസാരിക്കാം. ഏതായാലും കുഴപ്പമില്ല. ഓക്കെയാണ്, ക്ലിയർ ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റിന് ഏകദേശം ഒരു 8 പ്രിൻസിപ്പിൾസോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഒന്നുകൂടി പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഗർഭധാരണം തുടങ്ങി ടിൽ ഡെത്ത് വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായി പല പല ചേഞ്ചസ് ബോഡിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അതേസമയം ഗ്രോത്ത് കണ്ടിന്യൂസ് അല്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡെവലപ്മെന്റ് പല കാര്യങ്ങളിലുള്ള മാറ്റങ്ങളാകാം. ചിലപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിലുള്ള ചേഞ്ച് ആകാം, ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളിലുള്ള മാറ്റമാകാം, ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളോടും സ്വീകരിക്കുന്ന സമീപനങ്ങളാകാം. അങ്ങനെയുള്ള എല്ലാ ചേഞ്ചസും എന്തിൽ ഉൾപ്പെടുത്തുന്നു? ഡെവലപ്മെന്റിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് എപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി നമ്മൾ ഡെവലപ്മെന്റ് ഡയറക്ഷനിലാണെന്ന് പറയാറുണ്ട്. ഡെവലപ്മെന്റ് ഡയറക്ഷണൽ. 2 ടൈപ്പ് ഡെവലപ്മെന്റൽ ഓർഡേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സെഫാലോ കോഡൽ സീക്വൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ ഉണ്ട്. ഈ 2 ഡയറക്ഷണൽ ഗ്രോത്തുകളാണ് സാധാരണഗതിയിൽ 2 ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റുകളാണ് സാധാരണ മനുഷ്യരിൽ ഒബ്സർവ് ചെയ്യാറുള്ളത്. എന്താണ് സെഫാലോ കോഡൽ? സെഫാലോ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഹെഡ് എന്നാണ്. കോഡൽ എന്ന് വെച്ചാൽ മീനിങ്, കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ടെയിൽ എന്നാണ്. ഓക്കെ, അപ്പൊ സെഫാലോ കോഡൽ എന്ന് പറഞ്ഞാൽ ഹെഡ് ടു ടെയിൽ, ആ ഓർഡറിൽ ഗ്രോത്ത് നടക്കുന്നതിനെയാണ് സെഫാലോ കോഡൽ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രോക്സിമോ ഡിസ്റ്റൽ ആണ്. പ്രോക്സിമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ സെന്റർ പാർട്ട്, ഡിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് അകന്നു പോകുന്ന സൈഡിലേക്ക്. അപ്പോൾ സെന്ററിൽ നിന്ന് സൈഡിലേക്കുള്ള ഗ്രോത്തിനെയാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ശരീരത്തിന് വലുപ്പം വെക്കുന്നു, നീളം വെക്കുന്നു, അത് ഏത് ഡെവലപ്മെന്റിലായിരിക്കും വരിക? സെഫാലോ കോഡൽ ഡെവലപ്മെന്റിലാണ് വരിക. അതേസമയം കഴുത്ത്, നമ്മുടെ ശരീരം, കാൽ, ഇതിലൊക്കെ മസിൽസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് പ്രോക്സിമോസ് ഡിസ്റ്റൽ ഡയറക്ഷനിലാണ് വരിക. ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ള അല്ലെങ്കിൽ സെൻട്രൽ പോർഷനിലുള്ള ഹാർട്ട്, ലിവർ, ലങ്സ്, അതുപോലെ കിഡ്നീസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു എംബ്രയോണിക് സ്റ്റേജിൽ കുട്ടികളുടെ കൈവിരലുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ വിരൽ തുമ്പുകളൊക്കെ പതിയെ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ എപ്പോഴും സെന്ററിൽ നിന്നാണ് ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, കൺസീവ് ആയി കഴിഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർട്ട് ബീറ്റ് ആണ്. അപ്പൊ ആദ്യം ഹാർട്ട്, അതിനുശേഷം ബാക്കി ഓർഗൻസ്, അതിനുശേഷമാണ് കൈ, കാല്, വിരലുകൾ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തിന് എക്സാമ്പിൾ ആണ്? പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റിന് എക്സാമ്പിൾ ആണ്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. നമ്മൾ ഗ്രോത്ത് ക്യുമുലേറ്റീവ് പ്രോസസ്സാന്ന് പറഞ്ഞിരുന്നു.
അതുപോലെ തന്നെ ഡെവലപ്മെന്റും എന്താണ്, ഒരു ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കുട്ടികൾ കേൾക്കും അല്ലെ, അല്ലെങ്കിൽ പല കാര്യങ്ങളും കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ അവർ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, ചിലത് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സെൻസ് ഓർഗൻസിൽ നിന്ന് കിട്ടുന്ന സെൻസേഷൻസ് ആണ് അവരെ ഒരു കാര്യത്തെ പറ്റി ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുക. ഈ പെർസെപ്ഷൻ ആണ് ഒരു കാര്യത്തെ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കോൺസെപ്റ്റ് ആണ് പിന്നെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഇൻസൈറ്റിലേക്ക് ലീഡ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ഇൻസൈറ്റുകൾ, അറിവുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കുട്ടികൾ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ഡെവലപ്മെന്റും ക്യുമുലേറ്റീവ് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് ആദ്യം ആൾക്ക് കിട്ടുന്ന സെൻസസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ സെൻസേഷൻ ഉപയോഗിച്ച് ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുക്കാനും, പെർസെപ്ഷനെ പതിയെ കോൺസെപ്ച്വലൈസ് ചെയ്തെടുക്കാനും, അതുപയോഗിച്ച് ഒരു ഇൻസൈറ്റ്, ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനും, ആ ഉണ്ടാക്കിയെടുത്ത ധാരണ ഉപയോഗിച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും കുട്ടിക്ക് പറ്റുന്നത്. അപ്പോ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഇത് രണ്ടും ക്യുമുലേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഡെവലപ്മെന്റ് എപ്പോഴും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് ജനറൽ കാര്യത്തിലേക്ക് അല്ല നടക്കാറ്. ഒരു ജനറൽ കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് കാര്യത്തിലേക്കാണ് നടക്കാറ്. നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കുട്ടികൾ ആദ്യം കമന്ന് വീണ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിയെ നീന്താൻ തുടങ്ങും അല്ലെ, നീന്തി തുടങ്ങി അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് അവർ പോകാനായിട്ട് ശ്രമിക്കും. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കി, കുട്ടികൾ കളിപ്പാട്ടം എടുക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും അവരുടെ കൈ മാത്രം അനക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെടുക്കാം, കളിപ്പാട്ടത്തിന് എടുക്കാം. പക്ഷെ കുട്ടി എപ്പോഴും എന്താ ചെയ്യുക, എൻറ്റയർ ബോഡി ഉപയോഗിച്ച് കളിപ്പാട്ടത്തിനെടുത്തെത്തും. എന്നിട്ടാണ് കൈയും ശരീരവും എല്ലാം ഉപയോഗിച്ചിട്ടാണ് കളിപ്പാട്ടം വാരിയെടുക്കുക. കാരണം എന്തായിരിക്കും, ചെറിയ കുട്ടികൾക്ക് അവരുടെ കൈകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈകളിലെ സൂക്ഷ്മ പേശികൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാത്രമായിട്ട് ചലിപ്പിക്കാനുള്ള ശേഷിയില്ല. അതേസമയം എല്ലാ ശരീരഭാഗവും കൂടി ഒന്നിച്ചാണ് അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുക. അപ്പൊ എപ്പോഴും ഡെവലപ്മെന്റ് നടക്കുക എങ്ങനെയായിരിക്കും, എൻറ്റയർ കാര്യത്തിൽ നിന്ന് ഒരു സ്പെസിഫിക് കാര്യത്തിലേക്ക്. കുട്ടി വളർന്നു വരുന്ന അനുസരിച്ച് പിന്നീട് കുട്ടിക്ക് കൈ മാത്രം ഉപയോഗിച്ച് ഒരു സാധനം ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം എൻറ്റയർ ബോഡി ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു സാധനത്തിനെ ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വളർന്നു വരുമ്പോൾ കൈ മാത്രമായിട്ട് ഉപയോഗിച്ച് അവർക്ക് ഒരു സാധനം ഗ്രാബ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ എഴുതാൻ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ആദ്യമൊക്കെ കൈ ചലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, അവർക്ക് പെൻസിൽ പിടിച്ച് ശീലമില്ല, അല്ലെങ്കിൽ അത്രയും മൈന്യൂട്ടായിട്ട് അവരുടെ ഹാൻഡ് റൈറ്റിങ് കൊണ്ടുവരാനായിട്ട് അവർക്ക് ശേഷിയില്ല. അപ്പോ ജനറൽ ആയിട്ട് ഒരു സാധനത്തിന് ഗ്രാബ് ചെയ്യാൻ പഠിച്ചു, പിന്നെയും ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പെൻസിൽ ഹോൾഡ് ചെയ്യാൻ പഠിക്കുന്നു, അതിനെ ഉപയോഗിച്ച് അത്ര ഷേപ്പ് അല്ലാതെ ആദ്യം എഴുതാൻ പഠിക്കുന്നു, അതിനുശേഷം നല്ല ഭംഗിയിൽ ഉരുട്ടി എഴുതാനും അല്ലെങ്കിൽ നീളത്തിൽ എഴുതാനും, അങ്ങനെ പല രീതിയിലേക്ക് പല സ്റ്റൈലിലേക്ക് അവർ പതിയെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യമേ എന്ത് ചെയ്യുന്നില്ല, ഇത്തരം മൈക്രോ ആയിട്ടുള്ള എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് ഡെവലപ്മെന്റ് എപ്പോഴും ജനറൽ ടു സ്പെസിഫിക് ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ലാംഗ്വേജ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു കുട്ടിയും ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, പതിയെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു കുട്ടി ഫുൾ സെന്റൻസ് ആയിട്ടല്ലല്ലോ സംസാരിക്കാറ്. ഒരു മീനിങ്ങും ഇല്ലാത്ത കുറെ വാക്കുകൾ പറക്കി വെച്ചിരിക്കുന്ന എന്തോ ഒരു സാധനമാണ് കുട്ടിയുടെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുട്ടി ഉപയോഗിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്, ജനറൽ ടു സ്പെസിഫിക്. കുറെ വേർഡുകൾ സംസാരിച്ചാണ് പതിയെ അവ തമ്മിൽ ബന്ധമുണ്ടാക്കാനായിട്ട് കുട്ടി ശ്രമിക്കുക. കുട്ടി ഇന്നലെ ഒരു സ്ഥലത്ത് പോയി എന്ന് പറയുന്നതിന് പകരം പലപ്പോഴും പറയാറുള്ളത് നാളെ ആ സ്ഥലത്ത് പോയി എന്നായിരിക്കും. അവർക്ക് ഇന്നലെയും നാളെയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ് പതിയെ നടക്കുന്നത് എങ്ങനെ തന്നെയാണ്, ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്കാണ്. നമ്മൾ ഇങ്ങനത്തെ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ ഇത്തരം മെത്തേഡിനെ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയാറുണ്ട് അല്ലെ. ജനറൽ ടു സ്പെസിഫിക്, DGP, ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് മെത്തേഡാണ്. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ
മൈക്രോ ആയിട്ടുള്ള എബിലിറ്റീസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡിഡക്റ്റീവ് മെത്തേഡിൽ കൂടെയാണ്. ഇനി ഡെവലപ്മെന്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. അടുത്തൊരു പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്റിയുടെയും അതുപോലെ തന്നെ അയാൾ ആയിരിക്കുന്ന എൻവയോൺമെന്റിന്റെയും പ്രൊഡക്റ്റ് ആണ്. പല ശരീരത്തിന്റെ സ്വഭാവങ്ങളും പരമ്പരാഗതമായി ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഹൈറ്റ്, വെയിറ്റ്, നമ്മുടെ ബോഡിയുടെ ഷേപ്പ്, ഇതൊക്കെ പരമ്പരാഗതമായിട്ട് ലഭിക്കുന്നതാണ്. നമ്മുടെ DNA ഇൻക്രിപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് പലതും നമ്മുടെ ശരീരത്തിൽ നടക്കുക. അതേസമയം ഒരാളുടെ ബുദ്ധി, ആപ്റ്റിറ്റ്യൂഡ്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള താല്പര്യം, ഒരു കാര്യത്തോടുള്ള മനോഭാവം, സംസ്കാരം, ഇതിലൊക്കെ അയാൾ ജീവിക്കുന്ന എൻവയോൺമെന്റിന്റെ സ്വാധീനം വളരെ വലുതാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള ഫാമിലിയിൽ ജീവിക്കുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ഭയങ്കര കൺസർവേറ്റീവ് ആയ ഫാമിലിയിൽ ഡെവലപ്പ് ചെയ്തു വന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകും. രണ്ട് ആറ്റിറ്റ്യൂഡുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡും ഭയങ്കര പ്രോഗ്രസീവായി ചിന്തിച്ച ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നവരുടെ സംസ്കാരങ്ങൾ വ്യത്യാസം ഉണ്ടാകും. ബുദ്ധിയിൽ വ്യത്യാസം ഉണ്ടാകും. ബുദ്ധിയിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്ന എൻവയോൺമെന്റിൽ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോ നന്നായിട്ട് പഠിക്കാനുള്ള അല്ലെങ്കിൽ നന്നായിട്ട് റെഫർ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയും ഇതിനൊന്നും അവസ്ഥയില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് വളരുന്ന കുട്ടിയുടെയും വികാസങ്ങൾ, ബുദ്ധിയിലുള്ള വികാസങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെറിഡിറ്റി അതുപോലെ തന്നെ എൻവയോൺമെന്റ്, ഈ രണ്ട് കാര്യങ്ങൾക്കും എന്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്? ഡെവലപ്മെന്റിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ ആണ് ഡെവലപ്മെന്റ് ഈസ് സം ഓഫ് മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. മെച്യൂറേഷനും അതുപോലെ തന്നെ ലേണിങ്ങും രണ്ടും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. ആ തെറ്റിൽ നിന്നാണ് പതിയെ ശരിയിലേക്ക് വരുന്നത്. അപ്പൊ ലേണിംഗ് എന്ന് പറയുന്നത് സ്വന്തം ഇൻട്രസ്റ്റ്, വില്ലിങ് ഉപയോഗിച്ച് തന്നെ ചെയ്ത് തെറ്റിൽ നിന്ന് വീണ്ടും ശരിയിലേക്ക് വന്ന് അല്ലെങ്കിൽ പലതവണ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ലേണിംഗ് നടക്കുക. അതുപോലെ തന്നെയാണ് മെച്ചുറേഷൻ. മെച്ചുറേഷൻ എന്ന് പറയുന്നത് ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്നാണ് മെച്ചുറേഷൻ സംഭവിക്കുക. അപ്പൊ എപ്പോഴും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സസിന്റെ ഒരു പ്രേരണയില്ലാതെ സ്വയമേ നടക്കുന്ന ചേഞ്ചസ് ആണ് നമ്മൾ സാധാരണ മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അത് ലൈഫ് എക്സ്പീരിയൻസസിൽ കൂടെ തന്നെ എന്ത് കിട്ടുള്ളൂ? മെച്ചുറേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മെച്ചുറേഷനും ഒപ്പം ലേണിങ്ങും രണ്ടും ഒരുപോലെ കൂടിച്ചേരുന്നതാണ്. ഓക്കെ, ഡെവലപ്മെന്റ് ഈസ് നോട്ട് ലീനിയർ ബട്ട് സ്പൈറൽ. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ നടക്കുന്ന ഒരു കാര്യമില്ല, മറിച്ച് ഒരു സ്പൈറൽ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ജനിച്ച ഉടനെയുള്ള കുട്ടികൾ ആദ്യത്തെ കുറച്ചു കാലം, ഒരു വയസ്സ് വരെയൊക്കെ സഡൻ ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കും. ഏകദേശം അവർ ജനിച്ച സമയത്ത് ഉണ്ടായിരുന്ന വെയിറ്റിന്റെ ഏകദേശം ഒരു 3 times ഒക്കെ വെയിറ്റ് വരാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗ്രോത്ത് എന്താണ്? അതുപോലെ തന്നെ കുറച്ചു കാലം സ്റ്റഡി ആയിട്ട് പോകും. പിന്നെ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് എപ്പോൾ മാത്രമാണ്? അവർ അഡോളസൻസിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് പിന്നെ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുക. ആ ചേഞ്ചിൽ അവരുടെ ശരീരം വളരെ പെട്ടെന്ന് വളരും, വളർച്ചയിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്ത് പറയാം, നമ്മുടെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വളരുകയല്ല ചെയ്യുന്നത്. പകരം ചിലപ്പോൾ ഷാർപ്പായിട്ട് വളരും, അതിനുശേഷം ചിലപ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ടാകാം, പിന്നെയും ഒരു ഷാർപ്പ് ഉണ്ടാകാം, പിന്നെ അത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്ന് പോകും. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ലീനിയർ ആയിട്ട് നടക്കുന്നില്ല, പകരം അതൊരു സ്പൈറൽ ഷേപ്പാണ് പൊതുവെ അസ്യൂം ചെയ്യുന്നത്. ഇനി ഡെവലപ്മെന്റ് ഈസ് ഇന്റർ റിലേറ്റഡ്. ഡെവലപ്മെന്റ് ഇന്റർ റിലേറ്റഡ് ആണ്. നമുക്ക് ഗ്രോത്തുമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പറയാം. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങളുടെയും ഒപ്പം നടന്നു വരുന്നതാണ്. മറ്റു പല എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഡെവലപ്മെന്റ് നടക്കുക. ഡെവലപ്മെന്റ് ഈസ് പ്രെഡിക്റ്റബിൾ. ഒരാളുടെ എൻവയോൺമെന്റും അയാളുടെ ഹെറിഡിറ്റിയും അല്ലെങ്കിൽ അയാളുടെ സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ അനുസരിച്ച് അയാളുടെ ഡെവലപ്മെന്റ് എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോ വ്യക്തിയിലും ഡെവലപ്മെന്റ് ഡിഫറെന്റ് ആണ്, ഒരാളെ പോലെയല്ല മറ്റൊരാൾ. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഗ്രോത്തിലും അതുപോലെ തന്നെ എന്തിലും കാണാം? ഡെവലപ്മെന്റിലും ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിൾ ആണ്.
ഡെവലപ്മെന്റ് ഹാസ് സം ഡിറ്റർമിനന്റ് സ്റ്റേജസ്. ഡെവലപ്മെന്റിന് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ഈ ഒരു കമ്പാരിസൺ ടേബിൾ നമ്മൾ ബി.എഡിന് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു സെക്ഷനിലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും വരെയുള്ള പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഒരു 3 മിനിറ്റ് സമയം തരാം. വായിച്ചിട്ട് ഇതിലേതെങ്കിലും പോർഷൻ ഒന്നുകൂടി പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഏതെങ്കിലും പോർഷൻ ആവശ്യമുണ്ടെങ്കിൽ. നിങ്ങൾ ഈ സമയത്ത് ഉപയോഗിച്ചൊന്ന് വായിക്കുക. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്നുകൂടി കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലോ ചോദിക്കാം. ഓക്കെ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമോ? ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. ബാക്കി പോർഷൻ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഈ ബോക്സിൽ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ക്വാണ്ടിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈറ്റ് ആണെങ്കിൽ ഇത്ര സെന്റിമീറ്റർ വളർന്നു, വെയിറ്റ് ആണെങ്കിൽ ഇത്ര കിലോ കൂടി, അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് നമുക്ക് നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇത്ര കിലോ കൂടി, ഇത്ര സെന്റിമീറ്റർ വളർന്നു, അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. പകരം അതൊരു ക്വാളിറ്റിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് ദ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്. നമ്മുടെ ശരീരത്തെ സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഗ്രോത്ത് നടക്കുക. അതേസമയം ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റ്സ് എ കോംപ്രഹെൻസീവ് ചേഞ്ച് ഓഫ് ദി ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാകുന്ന മാറ്റം ആസ് എ ഹോൾ ആണ് നമ്മൾ എവിടെ പറയുന്നത്? ഡെവലപ്മെന്റിൽ പറയുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല. അത് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അതേസമയം ഡെവലപ്മെന്റ് എങ്ങനെയാണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സാധാരണഗതിയിൽ പറയുക ഫ്രം വൂം ടു ടോം, അങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കണേന്നാണ് പറയാം. അപ്പൊ അത് ഒരു മെച്യൂരിറ്റി എത്തുമ്പോൾ അവസാനിക്കില്ല. പകരം വയസ്സായാലും അൺടിൽ ഡെത്ത് എന്ത് നടന്നുകൊണ്ടിരിക്കും? ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഇനി ഗ്രോത്ത് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഓർഗൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഗ്രോത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം ഡെവലപ്മെന്റിൽ ആസ് എൻ എൻറ്റയർ ഓർഗാനിസം അതിന്റെ ചേഞ്ചസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഗ്രോത്ത് ഈസ് വൺ ഓഫ് ദി ആസ്പെക്ട്സ് ഓഫ് ദി ഡെവലപ്മെന്റൽ പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രോസസ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ പ്രോസസ്സിന്റെ ഒരു ആസ്പെക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വൈഡർ കൺസെപ്റ്റിലാണ് അത് എടുക്കേണ്ടത്. അത് ഒരാൾക്ക് ഉണ്ടാകുന്ന അയാളുടെ എൻവയോൺമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു ഓവറോൾ ചേഞ്ച് ആണ്. ഗ്രോത്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ മെച്ചുറേഷൻ. ഗ്രോത്ത് മെച്ചുറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരാളുടെ മെച്ചുറേഷൻ, അയാളുടെ ലേണിംഗ്, അയാളുടെ എൻവയോൺമെന്റ്, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇതിനൊക്കെ എഫക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതിനാലൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. ഇനി ദി ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോത്ത് ആർ ഡയറക്ട്ലി ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും നമുക്ക് ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ചേഞ്ചസ്, എസ്പെഷ്യലി ഡെവലപ്മെന്റ് ഗ്രോത്തിലുള്ള ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും.
അതേസമയം ഡെവലപ്മെന്റ് നമുക്കങ്ങനെ വിഷ്വലി ചിലപ്പോൾ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ ചിലപ്പോൾ ശരീരം കൊണ്ട് വളർന്നിട്ടുണ്ടാവില്ല, പക്ഷെ അയാളുടെ പല കാര്യങ്ങളിലുള്ള ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അയാളുടെ ആപ്റ്റിറ്റ്യൂഡോ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ അത് മെഷർ ചെയ്യാനും പറ്റില്ല. ഇനി ഇത് നോക്കിയേ, ഗ്രോത്ത് ക്യാൻ ബി പ്രോഗ്രസീവ് ഓർ റിഗ്രസീവ്. ഗ്രോത്ത് ഒന്നുകിൽ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ റിഗ്രസീവ് ആകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു പെട്ടെന്നൊരു ചേഞ്ച് ഒന്നും ഒബ്സർവ് ചെയ്യാതെ സ്ഥിരമായിട്ട് ഒരു അവസ്ഥയിൽ തന്നെ നിന്നു പോകാം. പക്ഷെ ഡെവലപ്മെന്റ് എപ്പോഴും ഒരു പ്രോഗ്രസീവ് നേച്ചറാണ് കാണിക്കുക. ഡെവലപ്മെന്റ് എപ്പോഴും ലൈഫ് ലോങ് നടക്കും. അതിനിങ്ങനെ ഒരു സ്ലോപ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നന്റ് കണ്ടീഷനോ ഇല്ല. നമുക്കറിയാം, നമ്മുടെ ഹൈറ്റ് ഒക്കെ ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരില്ല, അതെങ്ങനെ സ്റ്റോപ്പായി നിൽക്കും. അങ്ങനെ ഒരു റിഗ്രസീവ് ലെവൽ അല്ല എന്തിനുണ്ടാകുക, ഡെവലപ്മെന്റിന് ഉണ്ടാകുക. അതെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ചിലപ്പോ ഡെവലപ്മെന്റ് ഉണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കിക്കൊള്ളണം നിർബന്ധമില്ല. അതേസമയം ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലാതെയും എന്ത് നടക്കാം, ഡെവലപ്മെന്റ് നടക്കാം. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്, പക്ഷെ രണ്ടും ഒന്നിച്ച് ഒക്കർ ചെയ്യുന്നതാണ്. ഗ്രോത്തും ഡെവലപ്മെന്റും ഒന്നിച്ചാണ് പരസ്പരം പാരലൽ ആയിട്ട് കോംപ്ലിമെന്ററി ആയിട്ടാണ് നടക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ള നമ്മുടെ സിലബസിലെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു കൂട്ടാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ ആണ് ഇപ്പൊ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. നമ്മള് പൊതുവെ ഡെവലപ്മെന്റിനെ പല പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. പ്രീനേറ്റൽ പീരീഡ് ഉണ്ട്, ഇൻഫൻസി പീരീഡ് ഉണ്ട്, ചൈൽഡ്ഹുഡ് ഉണ്ടാവും, ലേറ്റ് ചൈൽഡ്ഹുഡ്, അഡൽട്ട്ഹുഡ് ഉണ്ടാകും, പിന്നെ അഡൽട്ട്ഹുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൾഡ് ഏജ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പല ലെവലായിട്ട് നമ്മുടെ ഡെവലപ്മെന്റിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഓരോ ലെവലിലും ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റത്തെ നോക്കിയേ, പ്രീനേറ്റൽ പീരീഡ്. പ്രീനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത് ഫ്രം കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗും സ്പേമും കൂടി യോജിച്ച് സൈഗോട്ട് ഉണ്ടാകുന്ന കാലം തുടങ്ങി 280 ഡേയ്സ് അല്ലെങ്കിൽ ബർത്ത് വരെയാണ് പ്രീനേറ്റൽ പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഈ ഒരു പീരീഡിനെ തന്നെ ജെർമിനൽ പീരീഡ് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പീരീഡാണ് എംബ്രയോണിക് പീരീഡ് എന്നുള്ളത്. പിന്നെ അടുത്തൊരു ഏജ് ആണ് ഫീറ്റൽ പീരീഡ്. ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്താണ് ജെർമിനൽ പീരീഡ് നമുക്ക് നോക്കാം. ജെർമിനൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം കൺസെപ്ഷൻ ടു സെക്കൻഡ് വീക്ക്. എഗ്ഗും സ്പേമും കൂടി യോജിച്ച സമയം തുടങ്ങി 2ാമത്തെ ആഴ്ച വരെയുള്ള പീരീഡിനെയാണ് ജെർമിനൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. എംബ്രയോണിക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വീക്ക് തുടങ്ങി എൻഡ് ഓഫ് ദി സെക്കൻഡ് മന്ത് വരെയാണ്, 2ാം മാസം അവസാനം വരെയാണ് എംബ്രയോണിക് പീരീഡ്. അതിനുശേഷം എംബ്രയോ അല്ല, പിന്നെ അത് എന്തായിട്ട് മാറും, ഫീറ്റസ് ആയിട്ട് മാറും. ഫീറ്റൽ പീരീഡ് എന്ന് പറയുന്നത് സെക്കൻഡ് മന്ത് തുടങ്ങി ടിൽ ബർത്ത് വരെയുള്ള പീരീഡാണ് ഫീറ്റൽ പീരീഡ്. ബർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെന്താണ്, പ്രീ നേറ്റൽ ബേബി ആയില്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണം. ഇവിടെ സ്പെഷ്യലി ഉണ്ടാകുന്നത് സ്ട്രക്ചറൽ അതുപോലെ തന്നെ ഫങ്ഷണൽ ഡെവലപ്മെന്റ് ആണ്. ബേബി വൂമ്പിലായിരിക്കുന്ന സമയത്താണ് ഓരോ ഓർഗൻസും ഡെവലപ്പ് ചെയ്യാം. ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞു, ഡെവലപ്മെന്റ് ഈ ഒരു പീരീഡിലുള്ളത് എങ്ങനെയായിരിക്കും, പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആദ്യം ഹാർട്ട് അതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻസ് ഒക്കെ ആദ്യം ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം കൈ, കാല് തുടങ്ങിയ ഓരോ ഏരിയാസിലേക്കും ഫർദർ ഡെവലപ്മെന്റ് നടക്കും. അപ്പൊ ഈ ഒരു പീരീഡിലുള്ള ഡെവലപ്മെന്റ് ഫങ്ഷണൽ അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഡെവലപ്മെന്റ് ഈസ് വെരി റാപ്പിഡ്, ഓർഡർലി ആൻഡ് പ്രെഡിക്റ്റബിൾ. ഈ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ്. കുട്ടികളൊക്കെ ഉള്ളവർക്ക് അറിയാം, ഒരു 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും കുട്ടി വെയിറ്റ് വെക്കുക. ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു ഡെലിവറിയുടെ ആ ഒരു സമയമാകുമ്പോഴേക്കും കുട്ടി പെട്ടെന്ന് വെയിറ്റ് വയ്ക്കും.
അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കണമെന്ന് നമുക്ക് പറയാം. മാത്രമല്ല ഓരോ മാസം ഓരോ ട്രൈമസ്റ്ററിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാകുന്നു, ഓരോ മാസം എന്തൊക്കെ ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ഓർഡർലി ഡിറ്റർമിൻഡ് ആണ്. അതുപോലെ തന്നെ ഇത്ര ആഴ്ചയായി അതുകൊണ്ട് കുട്ടിക്ക് ഇന്ന ഓർഗൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകാം, ഇന്ന പീരീഡ് തുടങ്ങി കുട്ടിക്ക് അനക്കം വെച്ച് തുടങ്ങും. ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. ഇതൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയാണ് പ്രീ നേറ്റൽ പീരീഡിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ്. ഈ ഒരു പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഒരു 2 മിനിറ്റ് സമയം തരാം. പ്രീ നേറ്റൽ പീരീഡ് എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. ഈ വായിച്ച സെക്ഷനിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്തത് ഇൻഫൻസി ആണ്. അപ്പോൾ പ്രീനേറ്റൽ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീനേറ്റൽ പീരീഡ് അവസാനിക്കുന്നത് എപ്പോഴായിരിക്കും? കുട്ടി ജനിക്കുന്നതോടു കൂടിയായിരിക്കും. അങ്ങനെ ജനനശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു 3 വയസ്സ് വരെയുള്ള പീരീഡിനെയാണ് ഇൻഫൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം ബർത്ത് ടു 3 ഇയേഴ്സ് ആണ് ഇൻഫൻസി. ഇതിൽ തന്നെ നിയോനേറ്റൽ പീരീഡ്, ബേബിഹുഡ് എന്നിങ്ങനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. നിയോനേറ്റൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച ഉടനെയുള്ള ആദ്യത്തെ 2 ആഴ്ചയെയാണ് നിയോനേറ്റൽ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിയോനേറ്റൽ ബേബി എന്നൊക്കെയാണ് ഈ ഒരു സമയത്ത് ബേബീസിനെ വിളിക്കുക. അതിനുശേഷമുള്ള പീരീഡാണ് ബേബിഹുഡ് എന്ന് പറയുന്നത്. 3rd വീക്ക് തുടങ്ങി എൻഡ് ഓഫ് 3 ഇയേഴ്സ് ആണ് ബേബിഹുഡ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്, മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, സോഷ്യൽ, മോറൽ, ലാംഗ്വേജ് ഇതിലെല്ലാം ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഈ ഓരോ ഡെവലപ്മെന്റും എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കുട്ടി ജനിച്ച ഉടനെ തന്നെ കൈകളും കാലുകളും പതിയെ അനക്കി തുടങ്ങും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, മോട്ടോർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഇതൊക്കെ ശരീരത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ കായിക വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുകയും ശരീരത്തിന്റെ ധർമ്മങ്ങൾ നിയന്ത്രിതവും അതുപോലെ തന്നെ സ്ഥിരവുമായി മാറുന്ന ഒരു വികസന ഘട്ടമാണ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ കുട്ടികളെ എല്ലാ ആവശ്യത്തിനും എന്തായിരിക്കും ചെയ്യുക? കരയായിരിക്കും ചെയ്യുക. പിന്നീട് സന്തോഷം വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങും, അസ്വസ്ഥത വരുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കുമുള്ള എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്യപ്പെടും. അപ്പോൾ ഓരോ തരത്തിലുള്ള വികാരങ്ങൾ ഒരു 3 വയസ്സാകുമ്പോഴേക്ക് കുട്ടി പതിയെ പതിയെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഒരു വികസന ഘട്ടത്തിന്, ഈ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിനെ ഇമോഷണൽ ഡെവലപ്മെന്റ് നമുക്ക് മെൻഷൻ ചെയ്യാം. തുടക്കത്തിൽ എല്ലാത്തിനും കരച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വിശന്നാൽ കരയും, സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അസ്വസ്ഥത വന്നാലും കരയും. അപ്പൊ കരച്ചിലിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ കുട്ടി കുറച്ച് ഏജിലായി വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ കുറച്ച് പ്രായമാവുന്നതനുസരിച്ച് കരച്ചില് വിഷമം വരുമ്പോൾ മാത്രമാവും. സന്തോഷം വരുമ്പോൾ ചിരിക്കാൻ തുടങ്ങും, അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ മുഖത്തെ എക്സ്പ്രഷൻസ് മാറാൻ തുടങ്ങും. അങ്ങനെ ഓരോ ഇമോഷൻസ്, വികാരങ്ങൾ മാറി മാറി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ഘട്ടത്തിനെയാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിശുവിന്റെ ആദ്യത്തെ ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കരച്ചിലാണ്, ക്രൈയിങ് ആണ്. ജനിച്ചതേ എന്തോട് കൂടിയാണ്? കരച്ചിലോട് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇമോഷണൽ എക്സ്പ്രഷൻ ഫോർ എ ബേബി അത് ക്രൈയിങ് ആണ്. ഇനി 1 മാസം മുതൽ 3 വർഷം വരെ നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങൾ പതിയെ പതിയെയാണ് കോർഡിനേറ്റഡ് ആയി വരാം. അപ്പൊ കൈ അനക്കുമ്പോൾ കാലും ഒന്നിച്ച് അനക്കും, പിന്നെ കൈ അനക്കാൻ മാത്രമായിട്ട് പഠിക്കും, പിന്നെ കാലനക്കാൻ മാത്രമായിട്ട് പഠിക്കും. അങ്ങനെ നിയന്ത്രിക്കുന്നത് പതിയെ പതിയാണ്, ആ ഒരു നിയന്ത്രണ വിധേയമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ ഡെവലപ്മെന്റിന് ഇന്റലക്ച്വൽ ആയിട്ട് ഡെവലപ്മെന്റ് നടന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഓരോ സെൻസ് ഓർഗൻസിന്റെയും അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻ ഇതൊക്കെ പെട്ടെന്നായിരിക്കും മെച്ചപ്പെടാം. അതും ഏതിന്റെ പാർട്ടാണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ പാർട്ടാണ്. സ്മെല്ല് ചെയ്യാൻ, അതുപോലെ സൗണ്ട് കേൾക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ, കാണുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ, കേൾക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ, ഇതൊക്കെ
പതിയെ പതിയെ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ പാർട്ടായിട്ടാണ്. ഇനി പതിയെ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും? സോഷ്യലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ സോഷ്യലി ഡെവലപ്പ് ചെയ്യാനായിട്ട് കുട്ടീനെ സഹായിക്കുന്ന ഏജന്റ് ആണ് മദർ, അമ്മ. ശിശുവിനെ ആദ്യമായി സാമൂഹ്യ വികസനത്തിന് സഹായിക്കുന്നത് ആരാണ്? അമ്മയാണ്. ഇനി ശൈശവഘട്ടത്തിന്റെ അവസാനത്തോടെ കുട്ടി മറ്റു ശിശുക്കളുമായി സമ്പർക്കം പുലർത്താൻ തുടങ്ങും. അപ്പൊ കുട്ടി നിങ്ങൾ പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലേക്കോ കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ അപ് ടു 3 years അതേ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ ഇവരെന്ത് ചെയ്യും? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും, കൂടെ കളിക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെ പതിയെ പതിയെ സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് കുട്ടിക്ക് ഉണ്ടാകും. ഇനി 10 മാസം കഴിയുന്നതോട് കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും? പതിയെ പതിയെ വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങും. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു 3-4 വാക്കൊക്കെ കണ്ടിന്യൂസ് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് കുട്ടി വളർന്നു വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് 3 വയസ്സാകുമ്പോഴല്ല, 1 വയസ്സാകുമ്പോഴേക്കും 3-4 വാക്ക് സംസാരിക്കാൻ പറ്റുന്ന പരുവത്തിലേക്കാണ്. അപ്പൊ ആ ഒരു വികസന ഘട്ടത്തിനെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഏകദേശം ബേബിഹുഡില് എല്ലാ തരം ഡെവലപ്മെന്റ്സും നടക്കുന്നുണ്ട്. ഇന്റലക്ച്വൽ, മോറൽ, ഇമോഷണൽ, ഇങ്ങനെയുള്ള എല്ലാ തരം ഡെവലപ്മെന്റ്സും എവിടെ നടക്കുന്നുണ്ട്? ബേബിഹുഡില് അല്ലെങ്കിൽ ഇൻഫൻസി പീരീഡിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന പീരീഡാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള പീരീഡ്. ഈ സമയത്ത് കുട്ടികൾ പ്രീ സ്കൂളിൽ പോകുന്ന സമയമാണ്. അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ടോയ്സ് ഉപയോഗിച്ചായിരിക്കും അവരുടെ കളികളെല്ലാം നടത്തുക. അതുകൊണ്ട് തന്നെ ഇത് പ്രീ സ്കൂൾ പീരീഡ് എന്നറിയപ്പെടാറുണ്ട്, ടോയ് ഏജ് എന്നറിയപ്പെടാറുണ്ട്. ഇത് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്, പ്രോബ്ലം ഏജ് എന്ന് പറയപ്പെടാറുണ്ട്. പ്രീ ഗ്യാങ് ഏജ്, ഇവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്യാങ്ങുകൾ ഫോം ചെയ്യുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, ഈ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സെൻസറി ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. ഓരോ സെൻസ് ഓർഗൻസും സ്പെസിഫിക്കലി അവർ ഉപയോഗിക്കാൻ പഠിക്കും. അതുപോലെ തന്നെ അവരുടെ ഫൈൻ മോട്ടോർ മൂവ്മെന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ വിരലൊക്കെ ഉപയോഗിച്ച് എഴുതാനും അങ്ങനെയുള്ളൊരു വശം കിട്ടുക എന്ന് പറയല്ലോ, അത് പതിയെ ഉണ്ടായി വരും. ഇനി ഈ പീരീഡിലുള്ള മേജർ ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ക്രൗളിങ്, എഴയല്, വാക്കിംഗ്, പതിയെ നടന്നു തുടങ്ങും, ഓട്ടം തുടങ്ങും, പിന്നെ ചാട്ടാകും, പിന്നെ കണ്ണി കണ്ടതിലെല്ലാം പിടിച്ച് കയറാൻ തുടങ്ങും. ക്ലൈംബിങ് ഉണ്ടാകും, കിക്കിംഗ് ഉണ്ടാകും, ക്യാച്ചിങ് ഉണ്ടാവും, എന്തെങ്കിലും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിടിക്കാൻ, അതുപോലെ എടുത്തെറിയാൻ. ഇതൊക്കെ ഈ സമയത്ത് ഇവരുടെ മേജർ ആക്ഷൻസ് ആണ്. ഈ ഒരു സമയത്ത് കുട്ടികളിൽ നാണം ഡെവലപ്പ് ചെയ്യും, എൻവി ഉണ്ടാകും, ഒരു ഹോപ്പ്, ഡിസപ്പോയിൻമെന്റ്, അവർ ആഗ്രഹിച്ച സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർക്ക് നിരാശ ഉണ്ടാകും. പേരൻസിനോട് അവർക്ക് ഭയങ്കര അഫെക്ഷൻ ആയിരിക്കും, അതുപോലെ ഫാമിലി മെമ്പേഴ്സിനോട് അഫെക്ഷൻ കാണിക്കുക. ഇതൊക്കെ ഈ ഒരു പീരീഡിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ പാർട്ടാണ്. ഈ ഒരു പീരീഡാണ് സ്റ്റേജ് ഓഫ് നാർസിസം എന്നറിയപ്പെടുന്നത്. എന്താണ് നാർസിസം? നാർസിസം എന്ന് പറയുന്നത് ഓട്ടോ ഇറോട്ടിസം അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പൊ പേരൻസ് ആണെങ്കിൽ പോലും മറ്റൊന്നിനെയും ശ്രദ്ധിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. എപ്പോഴും ശ്രദ്ധ ഇവിടെ തന്നെ ഉണ്ടാവണം, കുട്ടിയുടെ മേലെ തന്നെ ഉണ്ടാവണം. അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ കുട്ടി ഈ ഒരു പീരീഡിൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികൾ വീടുകളിലുണ്ടെങ്കിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പോലും ആരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം? ഈ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാനായിട്ട് ഇവർ മറ്റു പല കാര്യങ്ങളും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ള കളിപ്പാട്ടം വലിച്ചെറിയുക എന്ന് തുടങ്ങിയുള്ള മിസ്റ്റീവ്സ് ഒക്കെ ഈ ഒരു പീരീഡിൽ കാണിക്കും. കാരണം കുട്ടി എപ്പോഴും സെൽഫ് ലവിങ് ആണ്, ഓട്ടോ സെൻട്രിക് ആണ്, അല്ലെങ്കിൽ കുട്ടി ഒരു നാർസിസ്റ്റ് ആണെന്ന് തന്നെ പറയാം. ഓക്കെ, ഈ സമയത്താണ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലട്ര കോംപ്ലക്സും ഡെവലപ്പ് ചെയ്യുക. അപ്പൊ എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സ്, എന്താണ് ഇലട്ര കോംപ്ലക്സ്? ഈഡിപ്പസ് കോംപ്ലക്സും ഇലട്ര കോംപ്ലക്സും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്താണ്? ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഒരു അഫെക്ഷൻ, ആ അഫെക്ഷനെ പറയുന്ന പേരാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. ഇലട്ര കോംപ്ലക്സ് എന്താണ്? പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്ന അഫെക്ഷനെ പറയുന്ന പേരാണ് ഇലട്ര കോംപ്ലക്സ്. എപ്പോഴും ആൺകുട്ടികൾക്ക് അമ്മയോടായിരിക്കും ഒരു അടുപ്പം കൂടുതൽ, അത് ഈഡിപ്പസ് കോംപ്ലക്സിന്റെ പാർട്ടാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് അച്ഛനോടായിരിക്കും കുറച്ച് താല്പര്യം കൂടുതൽ, അത് ഇലട്ര കോംപ്ലക്സിന്റെ പാർട്ടാണ്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഇൻഫൻസി പീരീഡിലാണ്. ഇനി ഈ ഒരു പീരീഡില് കുട്ടികൾക്ക് സ്റ്റോറീസ് അല്ലെങ്കിൽ കളിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഇഷ്ടം.
അതുപോലെ മോണ്ടിസോറീസിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡൈഡാക്റ്റിക് അപ്പാരറ്റസ്. കിൻഡർ ഗാർഡനുള്ള ഗിഫ്റ്റ് പ്ലേ, ഇത് മോണ്ടിസോറി എന്നാണ്, സ്പെല്ലിംഗ് തെറ്റിയതാണ് കേട്ടോ. മോണ്ടിസോറിയിലുള്ളതാണ് ഈ ഡൈഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. കിൻഡർ ഗാർഡനിൽ ഉപയോഗിക്കുന്നതാണ് ഗിഫ്റ്റ് പ്ലേ എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഈ ഒരു മെത്തേഡ്സിലായിരിക്കും ഇവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും. പിന്നെ ഈ ഒരു പീരീഡ് ഫാൻസി പീരീഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർട്ടൂൺ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ റിയൽ ആണെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഫാൻസി ലൈഫിൽ ഇവർ ജീവിക്കാനായിട്ട് ശ്രമിക്കും. ഈ സമയത്താണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സൂപ്പർ ഹീറോ ഇമേജസ് ഒക്കെ മനസ്സിൽ പതിയാം. ഈ ഒരു പീരീഡിലാണ് ഇവരുടെ 5 സെൻസ് ഓർഗൻസും ഏറ്റവും പ്രവർത്തനക്ഷമമാകുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ബേസിക് ആയ ആവശ്യങ്ങൾക്ക്, ബയോളജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, അത് ഭക്ഷണം കഴിക്കുന്നതാകാം, അല്ലെങ്കിൽ പുറത്തേക്ക് വേസ്റ്റ് കളയുന്നത്, അത് 1 പോകുന്നതും 2 പോകുന്നതും, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുട്ടി നിർത്തും. പതിയെ ഒരു 6 വയസ്സാകുമ്പോഴേക്കും കുട്ടി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കും. ഇനി ഈ ഒരു പീരീഡില് ജന്തുക്കളെ ബേസ് ചെയ്തിട്ടുള്ള കഥകള്, താളബോധമുള്ള പാട്ടുകൾ, ഇതൊക്കെ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഇനി അവർ കളിക്കുന്ന സാധനങ്ങൾക്ക്, കളിക്കോപ്പുകൾക്കൊക്കെ കുറച്ചുകൂടി അത് ജീവനുള്ള സാധനങ്ങളെ പോലെ തന്നെ അവർ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ വളരെ ചെറിയ കുട്ടികൾ, 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾ അവരുടെ ഡോളിനെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് കൂടെ ഉറങ്ങുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ജീവനുണ്ട് അവർക്കൊക്കെ എന്നുള്ള, ഈ കുട്ടി ഉറങ്ങുന്ന പോലെ തന്നെ അവരും ഉറങ്ങണം എന്നുള്ള ഒരു ബോധത്തിലാണ് ഇവര് കാര്യങ്ങളൊക്കെ ചെയ്യുക. കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കുമ്പോഴാണെങ്കിൽ പോലും അതിനൊക്കെ ജീവനുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പീരീഡിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമിറ്റേഷൻ ടെൻഡൻസി. ഇപ്പോ പാരന്റ്സ് പറയുന്ന ഓരോ വാക്കുകളും ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. പാരന്റ്സിന്റെ ആക്ഷൻ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അവരെ കൂടെയുള്ള പിയേഴ്സിനെ അവർ കാണിക്കുന്ന കാര്യങ്ങൾ ഇവർ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ പേരൻസ് ഭയങ്കരമായിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ഒരു സമയമാണ്. ഇനി ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ഈ ഒരു പീരീഡിലാണ്. അതുപോലെ തന്നെ ഇവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ചസ് വളരെ പെട്ടെന്നായിരിക്കും. സ്വിച്ച് ഇട്ട പോലെ ആയിരിക്കും കരച്ചിലും ചിരിയും എല്ലാം വരിക. അതുകൊണ്ട് തന്നെ ഇത് വൈകാരിക പ്രകടനം ഭയങ്കരമായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഒരേപോലത്തെ എൻവയോൺമെന്റിൽ നിന്ന് ഈ കുട്ടികൾ പല വിജ്ഞാനങ്ങൾ ആർജിച്ചെടുക്കും. തൊട്ടടുത്തുള്ള എൻവയോൺമെന്റിൽ നിന്ന് അവർ പല കാര്യങ്ങൾ പഠിക്കും. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് ആ ഒരു പീരീഡിൽ കിട്ടും. അതുപോലെ കളികള്, വായന, എഴുത്ത്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പീരീഡിൽ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കുട്ടിയുടെ ആദ്യത്തെ സോഷ്യൽ ഡെവലപ്മെന്റ് ഏരിയ ഏതായിരിക്കും? സോഷ്യൽ ഡെവലപ്മെന്റ് ഏരിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്ന സ്ഥലം ഏതായിരിക്കും? അത് ഫാമിലിയാണ്. ഇനി ഈ ഒരു പീരീഡ് കഴിയുമ്പോഴേക്കും കുട്ടികൾ കൂട്ടുകാരെ കണ്ടെത്താനും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാനും ഒക്കെ ശ്രമിക്കും. അപ്പൊ അതൊരു സോഷ്യൽ മോറൽ ഡെവലപ്മെന്റിന്റെ പാർട്ടാണെന്ന് പറയാം. ഇനി കുട്ടികളിൽ ഒരു കമ്പാഷൻ, സാമൂഹിക അംഗീകാരം, മറ്റുള്ളവരെ റെക്കഗ്നൈസ് ചെയ്യണം, കളിയാക്കുക, പരസ്പരം അടിയുണ്ടാക്കുക, ശത്രുത, ഇതൊക്കെ പതിയെ ഡെവലപ്പ് ചെയ്തു തുടങ്ങും. ഇതൊക്കെ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ പാർട്ടാണ്. കുട്ടിയുടെ ഡിക്ഷണറി അല്ലെങ്കിൽ വൊക്കാബുലറി വളരെ പെട്ടെന്ന് വികസിക്കും. സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും ഒരുപാട് പുതിയ വാക്കുകൾ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകും. ഇനി ഈ ഒരു പീരീഡ് കൊണ്ട് അർത്ഥമുള്ള വാചകങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ കുട്ടികൾ പഠിക്കും. ഭാഷാ വികസനത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. തൊട്ട് മുമ്പത്തെ പീരീഡിൽ എങ്ങനെയായിരുന്നു? ഇന്നലെ എന്നുള്ളതിന് ചിലപ്പോൾ ഒരു നാളെ എന്ന് ഉപയോഗിച്ചിട്ടായിരിക്കും പല കാര്യങ്ങൾ പറയാം. നാളെ ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ ഇന്നലെ പോയി എന്നുള്ളതിന് പകരം അച്ഛൻ നാളെ പോയി എന്നായിരിക്കും പറയാം. അതിന് പകരം ഈ ഒരു പീരീഡ് ആകുമ്പോഴേക്കും കുട്ടി കറക്റ്റ് ടെൻസിൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഇനി ഈ ഒരു പീരീഡിൽ കുട്ടിക്ക് കുറച്ചുകൂടി റാഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. യുക്തിയില്ലാതെ ഇറാഷണൽ ആയിട്ട് മണ്ടത്തരങ്ങൾ ചോദ്യങ്ങളൊക്കെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഭയങ്കര കുറവായിരിക്കും. അവര് കാണുന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ക്യൂരിയസ് ആയിട്ട്, എന്തുകൊണ്ടാണ് ഫാൻ ഇങ്ങനെ തൂക്കിയിട്ടേക്കണേ എന്നൊക്കെ തുടങ്ങിയുള്ള വളരെ അവർക്ക് റാഷണൽ ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളായിരിക്കും
അവർ ചോദിക്കുകയാണ്. ഇനി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം വീരകഥകളായിരിക്കും, അല്ലെങ്കിൽ ജന്തുക്കളുടെ കഥകളായിരിക്കും, അല്ലെങ്കിൽ ഫലിതബോധമുള്ള കഥകളൊക്കെ ആയിരിക്കും ഈ ഒരു പീരീഡിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അതുപോലെ പല പല പ്രവർത്തനങ്ങൾ ചെയ്യാനും അവർക്ക് ഇടയിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും കുറച്ചുകൂടി റിയലിസ്റ്റിക് മെന്റാലിറ്റിയിൽ കാര്യങ്ങളെ കാണാനും ഒക്കെ ആയിട്ട് അവർ തയ്യാറാവും. ഇതിന് ശേഷമാണ് ലേറ്റർ ചൈൽഡ്ഹുഡ് ഉണ്ടാകുന്നത്. ഇതൊരു 6 to 12 ഇയേഴ്സിലാണ്. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നത് നമ്മുടെ എലിമെന്ററി സ്കൂൾ ഏജ് ആണ്. ഈ ഒരു പീരീഡ് ഗ്യാങ് ഏജ് എന്നറിയപ്പെടുന്നുണ്ട്, ഏജ് ഓഫ് കൺഫേമിറ്റി എന്നറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സ്ലോ ആൻഡ് യൂണിഫോം ഗ്രോത്ത് ഉണ്ടാകുന്ന പീരീഡ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ലേറ്റൻസി പീരീഡ് എന്നും ഇവർക്ക് പേരുണ്ട്. ഇത്രയും പേരുകൾ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു പീരീഡില് ഒരു എലിമെന്ററി എഡ്യൂക്കേഷന്റെ ഒരു പീരീഡ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും മറ്റുള്ളവരുമായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് പോകാനും അവർ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇത് പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്യാങ് ഏജ് അല്ലെങ്കിൽ സംഘബന്ധങ്ങളുടെ കാലം എന്നൊക്കെയാണ് ഈ ഒരു പീരീഡ് അറിയപ്പെടുന്നത്. അപ്പോ അവരുടെ പിയർ ആളുകളിൽ നിന്ന് അവർ ആക്സെപ്റ്റഡ് ആകാനായിട്ട് എന്ത് ചെയ്യും? അതിന്റെ നിയമങ്ങൾ കുട്ടികൾ അനുസരിക്കാൻ തുടങ്ങും. ഓരോ ഗ്യാങ്ങിനും ഓരോ നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമം അനുസരിച്ചായിരിക്കും, അങ്ങനെ അനുസരിക്കുന്നവരായിരിക്കും ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടുക. അതുപോലെ ആ മാനദണ്ഡങ്ങൾ ഇവർ സ്വമനസാൽ ഞങ്ങൾ അത് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് പൊരുത്തപ്പെട്ടു പോകുന്ന കാലമാണ്, ഏജ് ഓഫ് കൺഫോമിറ്റി ആണ്. ഈ ഒരു പീരീഡിൽ ഗ്രോത്ത് സ്റ്റഡി ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കാര്യമായിട്ടുള്ള ഗ്രാൻഡ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. ഈ ഒരു പീരീഡില് ശാരീരികമായും മാനസികമായും എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടി പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ഇനി സാമൂഹികമായിട്ടുള്ള അവബോധം കൂടുതൽ വികസിക്കും. അപ്പൊ അവര് ചെല്ലുന്ന സ്ഥലം എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, സ്കൂളിൽ എന്തെങ്കിലും ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യും. ഇപ്പൊ പഠനത്തില് അല്ലെങ്കിൽ കളികളിലൊക്കെ കുറച്ചുകൂടി മത്സരബുദ്ധി ഉണ്ടാകും. മത്സരബുദ്ധിയോട് കൂടി എല്ലാ കാര്യങ്ങളും ഇവർ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. അവരുടെ ഇമോഷൻ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യും. അവർക്ക് ഹീറോസിനെ ഭയങ്കര വേർഷിപ്പ് ആയിരിക്കും. ഇപ്പൊ സൂപ്പർ ഹീറോസ് ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു പീരീഡിൽ. അതുപോലെ പിയർ ഗ്രൂപ്പിലുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും. ലാംഗ്വേജ് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും ഈ ഒരു പീരീഡിൽ. ഇനി ഇവരുടെ ഇമോഷൻസ് ഈ ഒരു പീരീഡിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും എന്ന് പറയും. എന്നാൽ അഡോളസൻസ് പീരീഡിലേക്ക് വരുമ്പോൾ ഒരു 12 വയസ്സ് തുടങ്ങി 19 വയസ്സ് വരെയുള്ള പീരീഡിലേക്ക് വരുമ്പോൾ ഇവർ പെട്ടെന്ന് മെച്യൂർ ആവുന്ന സമയമാണ്. ജീവിതത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമയമാണ്. ഇനി അഡോളസൻസ് എന്ന് പറയുന്നത് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പീരീഡ് ഓഫ് സ്ട്രോം ആൻഡ് സ്ട്രൈഫ് എന്നാണ് സ്റ്റാൻലി ഹാള് ഈ പീരീഡിനെ വിശേഷിപ്പിച്ചേക്കുന്നത്. ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് മാറുമ്പോൾ ഇവരുടെ ശരീരത്തിന് പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടാകും. അതുകൂടാതെ ഇമോഷണൽ മെന്റൽ തലങ്ങളിലും ഇവർക്ക് പതിയെ പതിയെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഇവരുടെ റാഷണൽ ആയിട്ടുള്ള ചിന്തകളായിരിക്കും ഇവർക്ക് കുറച്ചുകൂടി, അല്ലെങ്കിൽ ലോജിക്കൽ ചിന്തകളായിരിക്കും ഇവർക്ക് കുറച്ചുകൂടി ആക്സെപ്റ്റഡ് ആയിട്ട് തോന്നും. അത് മാത്രമല്ല അവർ ഫാമിലിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹോളിംഗ്വർത്ത് എന്ന് പറയുന്ന ആള് ഈ ഒരു പീരീഡിനെ വിശേഷിപ്പിക്കുന്നത് ടെമ്പററി ഇൻസാനിറ്റി എന്നാണ്. ഒരു മാനസിക സമ്മർദ്ദത്തിന്റെ പീരീഡാണ് ആക്ച്വലി ഇത്. ഈ ഒരു സമയത്ത് അവരുടെ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഇതൊക്കെ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ഇനി ഇവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടാനായിരിക്കും ഇഷ്ടം. ഇപ്പൊ കൗമാരഘട്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, അബ്സ്ട്രാക്ട് റീസണിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഈ ഒരു പീരീഡിൽ അവരുടെ സോഷ്യൽ ആയിട്ടുള്ള ചിന്താഗതികൾ കൂടും. കുറച്ചുകൂടി സൊസൈറ്റിയുമായിട്ട് അടുത്തിടപെടാനൊക്കെ ആയിട്ട് ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കും. ഇനി ഈ ഒരു പീരീഡിൽ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവര് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ ഒപ്പിക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. മാത്രമല്ല ഈ ഒരു പീരീഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുണ്ടാവുക. പടം വരയ്ക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രോയിങ്സ് ഡെവലപ്പ് ചെയ്തു വരുന്നത് ഈ ഒരു ടീനേജ് പീരീഡിലാണ്. അതിനുശേഷമാണ് അഡൽട്ട്ഹുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഡെവലപ്മെന്റൽ ഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് ഒരു പീരീഡാണ് അഡൽട്ട്ഹുഡ്. 19 years to 60 years ആണ്. ഈ ഒരു പീരീഡിൽ ഇൻഡിവിജ്വൽസ് അവര് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. അങ്ങനെ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും.
ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇസ് ഓൾഡ് ഏജ് ബിയോണ്ട് 60. 60 വയസ്സിനപ്പുറമാണ് ഓൾഡ് ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പൊ കുട്ടിക്കാലത്തിലെ പോലെ തന്നെ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കും. കൗമാരഘട്ടത്തിൽ പോലെ തന്നെ അവരുടെ ജീവിതം കുറച്ചുകൂടി അർത്ഥവത്താണെന്ന് ആഗ്രഹിക്കും. അതുപോലെ അവരുടെ ഒരു ജൂനിയർ ഒരു തലമുറയെ വളർത്തിയെടുത്തു എന്നുള്ള സന്തോഷത്തിൽ അവര് കടന്നു പോകുന്ന ഒരു സമയമാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. ഈ ലാസ്റ്റ് പറഞ്ഞ ഡെവലപ്മെന്റൽ സ്റ്റേജസിലെ ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടി പറയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമ്മൾ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓരോന്ന് 1 by 1 ആയിട്ട് അതിൽ എക്സാമിന് വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ പോയിന്റഡ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും പോർഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇതുവരെയുള്ള പോർഷനിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ക്ലിയർ ആണോ? ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ നിന്നൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു സെക്ഷൻ നമുക്ക് അടുത്ത ദിവസം എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.